മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം എന്നുള്ള കാഴ്ചപ്പാടാണ് മാർക്സിസത്തിന്റെ അടിത്തറ. അതുകൊണ്ട് തന്നെ അത് കുഴിച്ചു മൂടേണ്ടത് അത്യാവശ്യം. അന്നത്തെ ഒരു കമ്മ്യൂണിസവും ഇന്നത്തെ ഒരു കമ്മ്യൂണിസവും അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു സാധനം, ഒരു പട്ടി ചത്ത് ജീർണിച്ച് കിടക്കുന്നതും നല്ല ശൂരൻ പട്ടി തമ്മിൽ എങ്ങനെ താരതമ്യം? ഇതിലും വലിയൊരു ഉദാഹരണം ഇല്ല സാർ. ഇവിടെ ഏറ്റവും കമ്മ്യൂണിസത്തിന്റെ അടിത്തറ അസൂയ. മറ്റവന്റെ തുല്യത വേണം. തുല്യത എന്ന് പറഞ്ഞ സങ്കല്പം അസൂയയിൽ നിന്നുണ്ടാകുന്നതാണ്. കുശുമ്പാണ് മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിന്റെ ദാർശനികമായ അടിത്തറ. മാർക്സിസം കേരളത്തിന്റെ ദാർശനിക തലത്തെ ചവിട്ടി നശിപ്പിച്ച് കുശുമ്പും, സ്ത്രീകൾക്ക് വരെ കുശുമ്പ്. ഗ്രോവാസേട്ടനെ കുറിച്ച് പറയുകയാണ്. ഓ, അത് വല്ലാത്തൊരു അനുഭവം. ഗ്രോവാസേട്ടൻ ഈസ് എൻ എക്സ്പീരിയൻസ്. അണ്ണാൻ, മുള്ളംപന്നി, ഈ ലോകത്തുള്ള സകല ഗുൽമാസിനോടും അദ്ദേഹത്തിന് പ്രേമം. അദ്ദേഹം സകല ചരാചര പ്രേമത്തിന്റെയും കൂടി പ്രതീകമാണ്. എന്താ പഴയ കാലത്തേക്കൊന്ന് വരാം. അതായത് എങ്ങനെയാണ് ഫിലിപ്പം പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാൻ തക്കവിധ പശ്ചാത്തലമൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടി എങ്ങനെയാണ് അങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനായത്? സാമൂഹ്യ അനീതികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം. ചുറ്റും കാണുന്ന അനീതിയില്ലേ, ഒരു സഹിക്കാൻ കഴിയാത്തൊരു അതില്ലേ അങ്ങനെ. അതുകൊണ്ട് ഇന്ന് എന്താണ് ഈ മനുഷ്യൻ്റെ ഒരു അനീതിയോട് ഒരു ഇപ്പം പട്ടികളെ എല്ലാം കൊല്ലുക സുപ്രീം കോടതിയുടെ വിധിയാണ്. വെടിവെച്ച് കൊല്ലടാന്നല്ലേ സുപ്രീം കോടതി പറയുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് ഹ്യൂമനിസത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടൊരു കാലമാണ്. ഈ കാലത്ത് ചെറുപ്പക്കാർ പട്ടികളെ രക്ഷിക്കുകയും പൂച്ചകളെ രക്ഷിക്കുകയും ചെയ്തൊരു കാലമാണ്. അത്രയും നിലവാരം എത്തിയൊരു കാലത്താണ് ഒരു സുപ്രീം കോടതി ജഡ്ജി ഹ്യൂമനിസത്തിൻ്റെ പേരിൽ വിധി പ്രവർത്തിക്കുന്നത്. മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം എന്നുള്ള കാഴ്ചപ്പാടാണ് മാർക്സിസത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് തന്നെ അത് കുഴിച്ചു മൂടേണ്ടത് അത്യാവശ്യം. ഇത് മനുഷ്യന് വേണ്ടിയല്ല, സകല ചരാചര പ്രപഞ്ചത്തിനും വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങ് ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു? അങ്ങൊരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു? അല്ല, ഞാൻ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നല്ലോ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് EMSന്റെ കയ്യൊപ്പോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് 65 കിട്ടിയാണ്. ആദ്യം പാർട്ടി ഉണ്ടായപ്പോൾ 64 പാർട്ടി പിരിഞ്ഞ് പിന്നെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്, കാർഡ് കൊടുക്കുന്നത്. ആദ്യത്തെ കാർഡ് കിട്ടിയ ഒരാളാണ്. EMS ഒരു പണ്ട് ശരിയാ കുറേ കാലം സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. 5 കൊല്ലം ഞാൻ എടുത്ത് കളഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അന്നത്തെ ഒരു കമ്മ്യൂണിസവും ഇന്നത്തെ ഒരു കമ്മ്യൂണിസവും അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു സാധനം, ഒരു പട്ടി ചത്ത് ജീർണിച്ച് കിടക്കുന്നതും നല്ല ശൂരൻ പട്ടി തമ്മിൽ എങ്ങനെ താരതമ്യം? ഇതിലും വലിയൊരു ഉദാഹരണം ഇല്ല സാർ. ഇതിലും വലിയൊരു ഉദാഹരണം ഇല്ല. നല്ലൊരു പട്ടി ചത്ത് കിടക്കുന്ന, അയ്യോ ഇത് അതും തമ്മിൽ എന്താണ് ഫിലിപ്പം പ്രസാദ് ബന്ധം ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം എന്റെ സാറേ? എങ്കിലും ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം. ഒരു സാധനം തൊലഞ്ഞു പോയി. ചീഞ്ഞ പച്ചക്കറിയും നല്ല പച്ചക്കറിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലേ? അഥവാ നിങ്ങളുടെ ശാസ്ത്രീയ പ്രകാരം ചീഞ്ഞു പോയി, ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്തു. ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്തു സ്വാർത്ഥത. മനുഷ്യൻ്റെ സ്വാർത്ഥത കയറി പെരുകി എത്ര നല്ല സഹാക്കളുണ്ടോ? ഒരേ ജോസഫ് എനിക്കറിയുന്ന എത്രയോ നല്ല സഹാക്കളുണ്ട്. കുശുമ്പ്, അസൂയ. ഇവിടെ ഏറ്റവും കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറ അസൂയ. മറ്റവൻ്റെ തുല്യത വേണം. തുല്യത എന്ന് പറഞ്ഞ സങ്കല്പം അസൂയയിൽ നിന്നുണ്ടാകുന്നതാണ്. കുശുമ്പ്. കുശുമ്പാണ് മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിന്റെ ദാർശനികമായ അടിത്തറ. അതുകൊണ്ടാണല്ലോ ഈ എന്താണ് ഒരുപാട് സംരംഭങ്ങളൊക്കെ പൂട്ടിപ്പോകുന്നത്. കാരണം ആ സംരംഭകൻ, തൊഴിലാളികളെല്ലാം പറയുന്ന മുതലാളി കൊല്ലടാ അല്ലേ? തീർച്ചയായിട്ടും. അവനെ ഇപ്പോൾ തമിഴൻ്റെ നാട്ടിൽ പോയിട്ട് ഒരു 2 കാർ ഒരു മുതലാളി വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് റിപ്പയർ ചെയ്ത് ഉഗ്രനായിട്ട് അവൻ നടക്കുന്നു. നാട്ടുകാർ ഇവിടെ കേരളത്തിലാണെങ്കിൽ പറയും അവനിപ്പോൾ 2 കാറ്. ഇതല്ലേ അസൂയ? അതെ. തമിഴ്നാട്ടിൽ പോയാൽ അവൻ പറയും എൻ്റെ മോനൊരു ഡ്രൈവർ പണി കിട്ടാൻ വല്ല മാർഗവും ഉണ്ടോ അണ്ണാ? അതാണ് മലയാളിയും തമിഴനും മലയാളിയും ഇന്ത്യക്കാരനും തമ്മിലുള്ള വ്യത്യാസം. മലയാളിയും തമിഴനും തമ്മിലല്ല, മലയാളിയെ പഠിപ്പിച്ച മാർക്സിസത്തിന്റെ ദോഷം. മാർക്സിസം
കേരളത്തിൻ്റെ ദാർശനിക തലത്തെ ചവിട്ടി നശിപ്പിച്ച് കുശുമ്പും, സ്ത്രീകൾക്ക് വരെ കുശുമ്പ്. സാധാരണ സ്ത്രീകളാണ് കുശുമ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ കുശുമ്പും അസൂയയും കുശുമ്പും അടിത്തറയാക്കിയ ഒരു പ്രസ്ഥാനം ഇത്രയും കാലം ഇനിയും ഇവിടെ കിടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ശവം നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഒരു നിലനിൽക്കുകയാണെങ്കിൽ ഈ ശവം കാരണം നമുക്ക് അടുത്ത 10 കൊല്ലം കൂടി ഇതിനകത്ത് ജീവിക്കാൻ കഴിയാതെ കേരളത്തിൽ. ഈ നാറിയ ശവം കാരണം നമുക്ക് കേരളത്തിൽ ജീവിക്കാം. അതുകൊണ്ട് ഇത് കുഴിച്ചു മൂടണം. അതിൽ നിന്നൊരു അണുപ്രസരണം ഉണ്ടാകാതെ നോക്കണം. ഒരു ബാക്ടീരിയൽ ഇത് അസൂയയും കുശുമ്പുമാണ് ഇതിൻ്റെ അകത്തെ ബാക്ടീരിയ. അവിടെയാണ് സ്വാമിയുടെ ഒറ്റേ ഒരു പരിഹാരം ഇതിനുള്ളൂ, പ്രേമം. അല്ലെ, ഒരു പരിധി കഴിഞ്ഞാൽ, അതായത് ഒരു പരിധി വരെ കമ്മ്യൂണിസം നല്ലതാണ്. പക്ഷേ ഞാൻ ഒരു പരിധി വരെ നല്ലതെന്ന് പറയുന്നില്ല. അല്ല, എങ്കിൽ പോലും ഒരു പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ നമ്മൾ റുമാനിയ, വെസ്റ്റ് ജർമ്മനി, ഫിൻലാൻഡ്, അല്ല മുമ്പുള്ള കാര്യം പറഞ്ഞു, ഫിൻലാൻഡ്, അതുപോലെ നമ്മുടെ എന്തിനൊക്കെ ഇന്ത്യയിൽ തന്നെ ത്രിപുരയും പശ്ചിമ ബംഗാളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കമ്മ്യൂണിസം ഒന്നും അല്ല അവിടെ. അല്ല, കമ്മ്യൂണിസം അതെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇതിനെ പുറംകാല് കൊണ്ട് തൊഴിച്ചെറിഞ്ഞതിന് ശേഷമാണ് ആ നാടുകളിലൊക്കെ വികസനം ഉണ്ടായത്. അത് സംശയമല്ലോ വേണ്ട. നക്സലൈറ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയിട്ട് അതിലെക്കൂടിയൊക്കെ റോഡുകൾ പണിത് കഴിഞ്ഞു ഈ 3-4 മാസം കൊണ്ട്. പിന്നെ റോഡ് പണിയാൻ വയ്യ. ഖനി മുതലാളിമാർക്ക് കൈക്കൂലി കൊടുത്തും പിടിച്ചു. അവിടെ നക്സലൈറ്റുകളുടെ ഈ അവസാനത്തെ പരമ്പര 1 നമ്പറായിട്ട് ഖനി മുതലാളിമാരുടെ കൈക്കൂലി വാങ്ങുകയും മക്കളെ വിദേശങ്ങളിൽ അയച്ച് പഠിപ്പിക്കുകയും. നക്സലുകൾ അവിടെ ചോദിച്ചോട്ടെ, അങ്ങയുടെ സഹയാത്രികയായിരുന്നു അജിത. അജിതയുടെ പിന്നോട്ട് അതിനുശേഷം ഇപ്പോഴത്തെ അജിതയും അന്നത്തെ അജിതയും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ, അതായത് അജിത വഴിമാറി, അതായത് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് അകലെ വഴിമാറി സഞ്ചരിച്ചു. അവരെ അങ്ങനെയല്ല കാണുന്നത്. അവരുടെ അപ്പൻ കുന്നിക്കൽ നാരായണൻ അവിടുത്തെ ഒരു 18 വയസ്സായ കുട്ടിയാണ് അന്ന്. അജിത പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ 18 വയസ്സിലാണ്. ഒരു 4-5 മാസം കൂടി ഉണ്ടായിരുന്ന മൈനറായി പോയതിനെ ഒന്നുമില്ല രക്ഷപ്പെട്ടു പോയത്. മനസ്സിലായില്ലേ? അജിത പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് വേണം കാണാൻ. ജയിൽ വരെ പിന്നെ അവർക്ക് സ്വന്തമായ ഇതിൻ്റെ കൂടെ ഒഴുകുകയാണ്. അവിടെ അവർ ലോകത്തിന് ചെയ്ത സേവനത്തിൽ ഒന്നാമത് സ്ത്രീകളുടെ വിമോചനം, സ്ത്രീകളുടെ ശാക്തീകരണം. വിമോചനമൊന്നും ഞാൻ പറയില്ല, അങ്ങനെ അവരങ്ങ് അടിമകളായിരുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സ്ത്രീകളെ സംഘടിപ്പിക്കുക, അവരെ രക്ഷിക്കുക, ഇത്തരം കാര്യങ്ങളിൽ അവർ എന്തൊരു ജോലിയാണ് ചെയ്തത്. പിന്നെ അവരുടെ സഹകരണ അവർ പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ അവർ വലിയ സംഭാവന രാജ്യത്തിൽ, കേരള സംസ്ഥാനത്തിൽ. സുഗതകുമാരി ടീച്ചറും അജിതയും ഒക്കെ, സുഗതകുമാരി ടീച്ചർ അതിൻ്റെ എത്രയോ മുമ്പിലാണ്. പക്ഷെ അതിനോടൊപ്പം നിൽക്കാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ആ സാഹസികത ഉണ്ടായതുകൊണ്ട് അതിന് സ്വീകാര്യത കിട്ടി. സുഗതകുമാരി ടീച്ചറുടെ കവിത ആര് കേൾക്കാനാണ്? അതേസമയം അജിതയുടെ, ഇപ്പം ഞാനൊരു കാര്യം പറയുകയാണ്, അന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ഫിലിപ്പം പ്രസാദ് സത്യതായി ഭക്തനാണ്, അതുകൊണ്ട് അവൻ എഴുതിത്തുള്ളൂ. അന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ വിലയല്ലേ? മനസ്സിലായി, അന്ന് വില വെച്ചിരുന്നു മനുഷ്യന്. നക്സലൈറ്റ് പ്രസ്ഥാനം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പുറത്തു വന്നവിടേക്ക് ഞാൻ ഗീതാപ്രവചനമായിട്ട് രാജ്യം മുഴുവൻ നടന്നു. ഏതാണ്ട് എൻ്റെ തവണയിൽ ഒരു 10-200 യോഗങ്ങളിൽ പോയി. സത്യസായി സംഘടനയുടെ കീഴിൽ ഒരു 400 യോഗങ്ങൾ കേരളത്തിൽ. ഞാൻ നല്ല ജോലി ചെയ്ത ആളാണ്. ഒരു ദിവസം 2-3 യോഗങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ കുറിച്ച്, ഇഷ്ടംപോലെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്തു. എന്ത്? കുഴിവെട്ടുക. പിന്നെ അജിതയായിട്ടുള്ള ബന്ധം ഇപ്പോഴുണ്ട്. എന്നാണ് അവസാനമായി കണ്ടത്? ഓർമ്മയുണ്ട്? ഞങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അവസാനമായിട്ട്. വിളിക്കാറുണ്ടോ? അടുത്ത കാലത്ത് കണ്ടൊരിക്കൽ വിളിച്ചുകൊണ്ടല്ലോ. വളരെ അപൂർവമായിട്ടേ ബന്ധപ്പെടാറുള്ളൂ. അതിന് കാരണം ഒരുപാട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എഴുതിയിട്ടില്ല, അവരെന്നെ ഈ ആത്മകഥ എഴുതിയ, വിപ്ലവകാലത്ത് ആത്മകഥ എഴുതിയ ഒരുപാട് കുത്തുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് കണ്ടില്ല എന്നടിക്കുക, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അവരുടെ ധീരതയും അവരുടെ ഇതിനെയൊക്കെ എനിക്ക് നല്ല സ്നേഹവും മതിപ്പുമാണ്. പിന്നെ ഓരോരുത്തർക്കും അവരുടെ വാസനാക്ഷയം എന്ന് പറഞ്ഞൊന്നുണ്ട്. അല്ല, ഒരു പരിധി കഴിയുമ്പോൾ മടുപ്പ് തോന്നാം. അത് പ്രവർത്തിച്ച പ്രസ്ഥാനത്തോടായിരുന്നാലും എനിക്ക് അല്ല, പൊതുവെ മനുഷ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ അത്ര ഒരു വിശകലനപൂർവമായ ഒരു സമീപനം ഞാൻ സ്വീകരിച്ചിട്ടില്ല.
കാരണം പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഒരു വിശകലനം വേണ്ട എന്ന് എനിക്ക് തോന്നി. അവരെ അവരായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, അവർ ചെയ്യുന്ന ജോലി നന്മകളെ കാണുക. അതാണ് എൻ്റെ സമീപനം അവരോട്. ഗ്രോവാസേട്ടനെ കുറിച്ച് പറയുകയാണ്. അത് വല്ലാത്തൊരു അനുഭവം. ഗ്രോവാസേട്ടൻ ഈസ് എൻ എക്സ്പീരിയൻസ്. അണ്ണാൻ, മുള്ളംപന്നി, ഈ ലോകത്തുള്ള സകല ഗുൽമാസിനോടും അദ്ദേഹത്തിന് പ്രേമം. അദ്ദേഹം സകല ചരാചര പ്രേമത്തിൻ്റെയും കൂടി പ്രതീകമാണ്. അതിൻ്റെ ഇടയിൽ മീശയൊക്കെ പുരുട്ടി അങ്ങനെ. എനിക്ക് വാസുവേട്ടനോട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതിപ്പോഴും തുടരുന്നുണ്ട്. അല്ല, അത് അങ്ങനെ ഈ വാസുവേട്ടനെ വിളിച്ചിട്ട് ഇപ്പോൾ കൂടിപ്പോയാൽ 1 മാസമാവും, 2 മാസമാവും. അല്ല, അങ്ങയുടെ ഈ ഞാൻ ഈ ചോദ്യം പേര് പറഞ്ഞപ്പോൾ തന്നെ അങ്ങയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ 3 കൊല്ലം മുമ്പ് ഞങ്ങൾ പോയി കണ്ടിരുന്നു. അങ്ങയുടെ ഒരു സ്റ്റെയർ കേസ് കയറി അവിടെ എന്തോ ഒരു സ്നേഹമായിരുന്നു. അതിനുശേഷമാണ് വാസുവേട്ടനെ അറസ്റ്റ് ചെയ്തതും. അതൊക്കെ വാസുവേട്ടനെ അറസ്റ്റ്. വാസുവേട്ടന് അന്നത്തെ കാലത്ത് ഇന്നും വാസുവേട്ടന് അതെ അന്നത്തെ കാലത്ത് നക്സൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് പോലീസിന്റെ ഇടിയും തൊഴിയും കൊണ്ട് വാസുവേട്ടന് ഇന്നത്തെ ഈ പിണറായി പോലീസിനെ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇന്നത്തെ പിണറായി പോലീസിനെ അങ്ങനെയല്ലേ സാർ? അങ്ങനെയല്ല. അല്ല, പേടിക്കേണ്ട ആവശ്യമില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ പേടിക്കുന്ന ടൈപ്പ് അല്ല. അതാ ഞാൻ പറഞ്ഞത്. അത് ഈ വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നത് ചൊല്ലുണ്ടല്ലോ. പിണറായി പോലീസിനെ ഒന്നും അങ്ങനെ പേടിയില്ല. വാസുവിനെതിരായിട്ട് വല്ലതും ചെയ്തോ? അല്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തല്ലോ. എന്തിന്? അറസ്റ്റ് ചെയ്ത നിവൃത്തിയില്ലാത്ത സമയത്ത് വല്ലതും അറസ്റ്റ് ചെയ്തോ? അങ്ങനെ പിണറായി വിജയൻ പോയി വാസുവേട്ടനെ ഒരു പകയോടുകൂടി അത്ര ലോ ക്ലാസ് അല്ല പിണറായി വിജയൻ. അത് അങ്ങ് പറയുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല. അതെന്താ? അത് അനുഭവം. അത് ശരി, അതങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളുടെ അനുഭവം നിങ്ങൾ വെച്ചോ. എൻ്റെ അനുഭവത്തിൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെയുള്ള പിണറായി വിജയനെ കുറിച്ച് ഒരുപാട് പേര് നല്ലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നല്ലത് പറഞ്ഞവരെല്ലാവരും പറഞ്ഞത് അതിനുശേഷം പിണറായി വിജയൻ ആളാകെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ചിന്തയിൽ വെച്ച് ചിന്തിച്ചാൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ രഹസ്യമായ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പരസ്യമാക്കാൻ പോകും. പറഞ്ഞോളൂ സാർ. വളരെ രഹസ്യമായ കാര്യം. ആരും ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. ഞാനേ പറയാൻ പറ്റൂ, വേറെ ആരും പറയാൻ. ശരി. ഒരു മഹാനായ മഹർഷി, ഇത്രയും നേരം ഉപയോഗിക്കും, സത്യസായിബാബ അല്ല. ഒരു മഹാനായ മഹർഷി എന്നോട് ചോദിച്ചു, ഫിലിപ്പിന് അടുത്ത പരിചയമല്ലേ, എന്താണ് ഫിലിപ്പിൻ്റെ അഭിപ്രായം പിണറായി വിജയനെ കുറിച്ച്? ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹം കള്ളനല്ല എന്നാണ് ആദ്യം മുതൽ ഇത് ചോദിക്കുന്ന കാലം വരെയുള്ള അഭിപ്രായം. അദ്ദേഹം പേഴ്സണലായിട്ടുള്ള ഗെയിൻസിന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ടിപ്പോൾ ഒരു 10 കൊല്ലമാവും, ചുരുങ്ങിയത് 10 കൊല്ലം കൊണ്ട്. ഫിലിപ്പിന് അത് തന്നെയാണ് അഭിപ്രായം. അത് തന്നെയാണ് അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തെ വിലമതിക്കുന്ന ഒരു മഹർഷിയാണ്. ഞാൻ ഇതിൽ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ടുള്ള ഇതിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയല്ല തെറ്റുകൾ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അങ്ങേക്ക് തോന്നിയല്ലോ? തോന്നി. ഇത് അടുത്ത കാലത്ത് പൊതുജനങ്ങൾക്കും തോന്നുന്നുണ്ട്. ഇതേ ഞാനും പറഞ്ഞോളൂ. പൊതുജനങ്ങൾക്ക് തോന്നി, പൊതുജനങ്ങൾ അതുപോലെ പ്രവർത്തിക്കും. അല്ല, ഇത് ഞാനും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പേഴ്സണൽ ഗെയിനിന് വേണ്ടി. അതിപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമുക്കറിയില്ല. ഉള്ളിത്തൊലി കുളിച്ച ഒരാളുടെ ഹൃദയം അറിയാൻ പറ്റും. അദ്ദേഹം എത്ര ഈ കപ്പലിൽ നിന്ന് എങ്ങനെ ചാടാൻ പറ്റില്ല. എങ്ങോട്ട് ചാടാനാണ് സാർ? കമ്മ്യൂണിസത്തിന് ഒരു കാലപരിധി ഉണ്ടെന്നും അത് കഴിഞ്ഞാൽ കമ്മ്യൂണിസം നശിക്കുമെന്നും ഏറ്റവും നന്നായി അറിയാവുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അല്ലേ? നിങ്ങളാകെ ഇവിടുത്തെ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള അഭിപ്രായം മുഴുവൻ തൊലച്ച് കളയുകയാണ്. പ്രാചീന കമ്മ്യൂണിസമാണ് ആദ്യത്തെ കമ്മ്യൂണിസം. ഇത് വളരെ ഡീപ്പായിട്ട് പോകേണ്ട ഒരു സബ്ജക്റ്റാണ്. എംഗൽസും ഒക്കെ ചേർന്ന് ഒറിജിൻ ഓഫ് ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ്, ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. അതിൽ നിന്ന് സ്റ്റേറ്റ് വിൽ വിതർ അവേ, സ്റ്റേറ്റ് ഇല്ലാതാവും. എന്നിട്ട് എല്ലാവർക്കും ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി, ഓരോരുത്തരിൽ നിന്നും അവരുടെ കഴിവിനനുസരിച്ച് പൊതുവിലേക്ക്, എല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക്. ഇതാണ് നമ്മളെത്തേണ്ട സ്ഥലം, അല്ലേ? അതെ. പ്രാചീന കമ്മ്യൂണിസം, മോഡേൺ കമ്മ്യൂണിസം, അല്ലേ? അല്ലേ? ഇതിൻ്റെ ഇടയിൽ ഒരു ചീത്ത കാര്യമായിട്ടാണ് ക്യാപിറ്റലിസത്തെയും സോഷ്യലിസത്തെയും കാണുന്നത്. മാർക്സ്, എംഗൽസ്.
അല്ലേ? അതെ. അപ്പോൾ പ്രാചീന കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ഞാൻ അവരോട് പറയാം. കാരണം നമുക്ക് ഈ സംസ്കാരത്തിന് ഇനി നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത് നശിച്ചു കഴിഞ്ഞു. പെട്രോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലും ആറ്റം ബോംബിൻ്റെ അടിസ്ഥാനത്തിലും ഫെർട്ടിലൈസേഴ്സിൻ്റെ അടിസ്ഥാനത്തിലും ആധുനിക ചികിത്സ മോഡേൺ മെഡിസിൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്കാരത്തിന് നിലനിൽക്കാൻ അവകാശമില്ല. അത് വിവരമുള്ളവരൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴയതിലേക്ക് പോയേ പറ്റും. അവിടെ ഞങ്ങളും പ്രകൃതിയെ രക്ഷിക്കണമെന്ന് കരുതുന്നവരും പട്ടിയെ രക്ഷിക്കണമെന്ന് കരുതുന്നവരും ഒരേ തട്ടിലല്ലേ നിൽക്കുന്നത്. പഴയതിലേക്ക് തിരിച്ചു വരണം, അല്ലേ? അതെ. പഴയതിലേക്ക് തിരിച്ചു വരാൻ പിണറായി വിജയൻ തയ്യാറാണോ? അല്ല. അല്ല. അപ്പോൾ പിന്നെ അവർക്ക് എന്താ ഉള്ളത്? പഴയതിലേക്ക് ഇനി ഒരുപാട് കാലം കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റും. പോസിബിൾ ആണോ സാർ? പഴയതിലേക്ക് തിരിച്ചു വരുന്നുണ്ടല്ലോ. ഇതാ എന്തെല്ലാം കാര്യത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞു. അല്ല എന്ന് ചെറിയ തോതിൽ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ സഹായമായിട്ട് കരുതുന്നത് മോഡേൺ ടെക്നോളജിയാണ്. അപ്പോൾ മോഡേൺ ടെക്നോളജിയും പ്രാചീന മൂല്യങ്ങളും തമ്മിലുള്ള ഒരു ഹാർമണൈസേഷനാണ് ഇനി അവിടെ കഴിയുക. അവിടെയാണ് തെറ്റ്. പഴയത് അതുപോലെ ഇങ്ങോട്ട് പകർത്തി വയ്ക്കാൻ ഇനി കഴിയില്ല. ഒരു വേടനായി മാറാൻ കഴിയില്ല. എലിയെ തിന്ന് ജീവിക്കുന്നവനായി മാറാൻ കഴിയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പോലും ഒരു EMS അല്ലെങ്കിൽ AKG ആകാനും കഴിയില്ലല്ലോ. അതൊക്കെ അപ്രസക്തം, വളരെ അപ്രസക്തം. അതൊരിക്കലും അതൊക്കെ അപ്രസക്തമായ ചോദ്യങ്ങൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാചീന കമ്മ്യൂണിസത്തിലേക്ക് നമുക്ക് പോകാം. അതായത് വളരെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക്, ഞാൻ കുറച്ച് വാക്കുകളൊക്കെ അങ്ങ് വിട്ടുകളയാം. പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കുടിലുകളൊക്കെ വെച്ച് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. വെറും ആയുർവേദം മാത്രം വെച്ചിട്ട് പോകാനും കഴിയില്ല. അതേസമയം പച്ചക്കറി കൂട്ടി വിഷം കഴിച്ച് ഇത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. കൊക്കക്കോളോ കുടിച്ച് പിള്ളേരെല്ലാം തൊലയുന്നു. കഞ്ചാവും MDMAയും കൊണ്ട് ഇതാ ലോകം മുഴുവൻ നശിച്ചു. ഓരോ ഗ്രാമത്തിലും കഞ്ചാവ് കച്ചവടമാണ്. 100 വീടെടുത്താൽ അതിനകത്തൊരു കഞ്ചാവ് ഡീലറുണ്ട്. ഞാൻ ഈ പ്രദേശം വെച്ചുകൊണ്ടാണ് പറയുന്നത്. കള്ളു കുടിച്ച് കുടുംബങ്ങളെല്ലാം തകരുകയാണ്. തീർച്ചയായും ഇതിലേക്ക് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? നമുക്ക് ഈ സംസ്കാരത്തിൽ പറ്റില്ല. അപ്പം ഇതിനകത്ത് ഒരു ഹാർമണൈസേഷൻ വരണം. അതായത് പഴയതും പുതിയതും തമ്മിലുള്ള ഒരു സംയോജനം, ഹാർമണൈസേഷൻ. ഈ ഹാർമണൈസേഷന് നമ്മൾ പഴയതിൽ നിന്ന് തുടങ്ങണോ? ഇനി പറ്റുമോ? പറ്റൂല. പുതിയത് മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റില്ല. സിമ്പിൾ. പഴയതിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നടപ്പില്ലാത്ത കാര്യം. നടക്കാൻ കഴിയാത്ത കാര്യം. അതുപോലെ പുതിയതിൻ്റെ അങ്ങേ മൂർധന്യത്തിലേക്ക് തുണി അഴിച്ചിട്ടാണെന്ന് ഒരു കഥയില്ല. ഇഷ്ടം പോലെ MDMA കഴിച്ച് തൊലകളാ, അഴിച്ച് വിടുക. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തേ പറ്റൂ? നിങ്ങൾക്കിതിനകത്ത് ഒരു ഹാർമണൈസേഷൻ വേണം. കുറച്ച് നമ്മൾ പുറകോട്ട് പോകണം, വളരെ നമ്മൾ മുമ്പോട്ട് പോകണം. ഇത് രണ്ടും ഒരുമിച്ച് സാധ്യമാണ്. ഇതൊരു വലിയ സാമൂഹ്യമല്ല, സാമ്പത്തികമല്ല, മാനവരാശിയുടെ പൂർണ്ണമല്ലാത്ത എന്നാൽ ഭാഗികമായ ഒരു തകർച്ചയിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ. ഞാൻ പറഞ്ഞ സയൻസിൻ്റെ തകർച്ചയിൽ സയൻസിൻ്റെ മുന്നേറ്റവും ഉണ്ടായിരുന്നു. ഒരു വശത്ത് സയൻസ് തകരണം, ഒരു വശത്ത് സയൻസ് കുറേ കൂടി മുന്നോട്ട് പോകണം. മൂല്യങ്ങൾ അതിമനോഹരമായ പ്രേമത്തിൽ അധിഷ്ഠിതമാകണം. അവിടെയാണ് ചിലപ്പോൾ ഈശ്വരൻ്റെ കളികളാണ് ഈ നടക്കുന്നതൊക്കെ. യേശുക്രിസ്തു തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വരികയല്ല, യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ പുതിയ തരത്തിൽ ആവിഷ്കരിക്കപ്പെടും. സംശയമൊന്നുമില്ല കാര്യത്തിൽ. സത്യസായി ബാബയുടെ മൂല്യം വളരെ സിമ്പിളാണ്. അയാളുടെ ഒരു പാട്ടുണ്ട്, ലവ് ഈസ് മൈ ഫോം, ട്രൂത്ത് ഈസ് മൈ ബ്രീത്ത്, ദിസ് ഈസ് മൈ ട്രൂത്ത് എന്ന്. എന്നിട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. ബട്ട് എക്സ്പാൻഷൻ ഈസ് മൈ ലൈഫ്. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫ്. ഇങ്ങനെ പോകുന്ന ആ പാട്ട്.
അതിനകത്ത് പ്രേമം എന്നുള്ള ഒരൊറ്റ മൂല്യത്തിലാണ് പിടിച്ചു കിട്ടുന്നത്. ബാക്കി എല്ലാ മൂല്യങ്ങളെയും നിഷേധിക്കുകയല്ല, ഇതാണ് അൾട്ടിമേറ്റായ മൂല്യം എന്നാണ് പറയുന്നത്. ക്രിസ്ത്യൻസിൻ്റെ ഒരു പാട്ടുണ്ട്, എന്ത് അതിശയമേ, ഇവിടെ എല്ലാവരും പാടിക്കൊണ്ട് ദൈവത്തിന് സ്നേഹം, ദൈവത്തിന് സ്നേഹം, പ്രേമം എന്നാണ് അവിടെ വരുന്നത്. സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര മനോഹരമേ, മനസ്സിനെ ഹരിക്കുന്നതായ പ്രേമം, മനസ്സിനെ ഛേദിച്ച് കളയുന്ന പ്രേമം, മനസ്സിനെ നശിപ്പിക്കുന്ന പ്രേമം, അല്ലേ? അതെ. ഇത് അറിയാതെയാണ് ക്രിസ്ത്യാനികൾ പാട്ട് പാടുന്നത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനസ്സിനെ ഹരിക്കുന്നതാണ്. ഇനി അടുത്തത്, അത് ചിന്തയിൽ അടങ്ങാം. നീ എത്ര തലകുത്തി നിന്നാലും ചിന്ത എന്ന് പറയുന്ന നശിച്ച സാധനത്തിനുള്ളിൽ ഇതിനെ അടക്കി പിരികയറ്റി അതിനകത്ത് ഭൂതത്തെ അടക്കിയതുപോലെ അടക്കാമെന്ന് വിചാരിക്കണ്ട. നീ തല കുത്തി നിന്ന അത് യേശു എന്ന് പോലും വരണ്ട, വരുന്നതിൽ ഒരു തെറ്റുമില്ല. യേശുവിൻ്റെയും സത്യസായി ബാബയുടെയും ഒക്കെ പ്രേമത്തെ ചിന്തയിൽ ഇങ്ങനെ പിടിച്ച് ചിന്തയിൽ അടങ്ങാ. അത് എത്ര മനോഹരമേ, മനസ്സിനെ ഹരിക്കുന്നത്. ഇങ്ങനെ ക്രിസ്ത്യൻ പാട്ടുകളെ സമീപിക്കണം. അത് എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി നദി ഒഴുകുന്നത് പോലെ ഒരു സന്തത ഓരോ നിമിഷവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കാണുന്നത്? ഞാൻ. ആരാണ് ഈ ഞാൻ? രമണ മഹർഷി പറഞ്ഞ അയാൾ, നിസർഗദത്ത് മഹാരാജ് പറഞ്ഞ അയാൾ, യഹോവയ്ക്ക് എന്നുള്ള ശബ്ദക്കകത്തെ അയാം ദറ്റയാം. ഇത്ര ഗഹനമായൊരു പാട്ടാണ് വെറുതെ ഒന്നും അല്ലാതാക്കി കളയുന്നത്. ഞങ്ങളൊക്കെ കൂടി പോകുമ്പോൾ പിണറായി വിജയൻ ഈ മുണ്ടിങ്ങനെ ഒരു ഒറ്റ പോക്കാണ്. ചേട്ടാ, ഇത് സെക്രട്ടേറിയറ്റാണ്. മുക്തിവാഹിനി പോയി അത് ആക്രമിച്ച് കീഴടക്കാനുള്ള ധൈര്യം ആർക്കാണ് ഉണ്ടായിരുന്നത്? ഇന്ദിരാഗാന്ധിക്കാണ് ഉണ്ടായിരുന്നത്, അല്ലേ? തമിഴ് ഈളം പ്രഖ്യാപിച്ച് പ്രഭാകരനും കൂട്ടരും അവിടെ ഒരു സ്ഥാപിച്ച് അതിന് കരുണാനിധി എല്ലാവരും കൂടി കൂട്ടുകൂടി ഒരു ചെറിയ തമിഴ് രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അടിച്ച് തകർത്തത് ആരാണ്? അല്ലേ? അതിനുള്ള വിലയല്ലേ അയാൾ അവിടെ കൊടുത്തത്. ഉള്ളി തട്ടി വെറുപ്പ് തോന്നിയ ഒരു സന്ദർഭം പറയാം. ആദ്യം തോന്നിയത് സ്കൂളുകളുടെ മതിലൊക്കെ ഇടിച്ചുകൊണ്ട് നവകേരള സ്കൂളിൻ്റെ മതിൽ ഇടിച്ച, ബാക്കിയൊന്നും എനിക്കൊരു കുഴപ്പമില്ല. സ്കൂളിൻ്റെ മതിൽ ഇടിച്ചിട്ട് എന്തിനാണ് ആ കാറൊക്കെ അതിനകത്ത് കയറ്റിയത്? ഇതാരാണ് അയാളെ ഉപദേശിക്കുന്നത്? അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയത് ആ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞൊരു വിവരം കേട്ടവരുണ്ട്. റിസർവിൽ ആക്രമണം നടത്താനുള്ള തൻ്റെ ഇടം സ്വന്തം ജീവിതം പണയം വെച്ച് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ ടു ബംഗാൾ, വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ടൊരു കോറിഡോർ ഓപ്പൺ ചെയ്യാഞ്ഞത്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മധ്യപ്രദേശ് മുസ്ലിം, യു പി മുസ്ലിംസ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ബംഗാൾ മുസ്ലിംസ്, ബീഹാർ മുസ്ലിംസ് അതിനെ മുഴുവൻ ഫെനറ്റിക്കാക്കി മാറ്റി ഇന്ത്യയുടെ നടുക്കൂടി ഒരു കോറിഡോർ പണിതരും. ഞാനിങ്ങനെ മുമ്പിലിരിക്കുമ്പോൾ 1.5 മണിക്കൂറാണ് സത്യസായി ബാബയും മോഡിയായിട്ട് സംഭാഷണം. ഇതിന് ജസ്റ്റിസ് ശ്രീധരൻ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ.